മ്യൂസിക്കിൽ നിന്ന് ഞങ്ങൾ അഭിനയത്തിലോട്ട് ഇറങ്ങി അല്ലേ? എന്തോ ഭയങ്കര ചേഞ്ച്, ക്യാരക്ടർ, ലുക്ക്. ഷാനിക്കാന്ന് പറയത്തില്ല, അതിനകത്ത് പ്രത്യേകം എഴുതി കാണിച്ചില്ലെങ്കിൽ പറയത്തില്ല ഷാനിക്ക. അതുകൊണ്ടാ എഴുതി കാണിച്ചത്, പറയാൻ വേണ്ടി തന്നെ. അല്ല അങ്ങനെയല്ലടാ, അത്രയും നീ പരകായ പ്രവേശം നടത്തി വേറെ ലെവലായി പോയി, അതാണ്. മനസ്സിലായില്ലെങ്കിലോ വേണ്ടായിരുന്നു. പോട്ടെ, അല്ല ഞാൻ ജെന്യൂനായിട്ട് പറഞ്ഞതാ. ശരിയടാ, ഞാൻ ജെന്യൂനായിട്ട് അതിന്റെ മറുപടി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാറി സംസാരിക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് അഭിനയത്തിലോട്ട് വന്നപ്പം? രസമായിരുന്നു. എനിക്ക് ഒന്നാമത് നമ്മൾ ഈ ക്യാമറയുടെ മുമ്പിലൊക്കെ പണ്ട് ഈ ആൽബം ടൈം തൊട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ശീലിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ പാട്ടുണ്ടാക്കണം. നമ്മുടെ അന്നൊക്കെ ഈ ബാൻഡ് കൾച്ചർ ഒക്കെ കേരളത്തിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ ഫേസ് ഇങ്ങനെ ടി വിയിൽ വരിക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഭയങ്കര വലിയൊരു കാര്യമാണ്. അതിൻ്റെ വീഡിയോസ് അയച്ചുതരാം. ഈ കണ്ണ് വർക്ക് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. കാലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ണ് വർക്ക് ചെയ്ത അതെ, കണ്ണ് വർക്ക് ചെയ്യുന്നില്ല, കണ്ണ് ചെറിയ അപ്പം അന്ന് തൊട്ട് നമ്മൾ ഈ ക്യാമറ ലൈറ്റ്സ് അതൊക്കെ അതൊന്നും വലിയ ഇഷ്യൂ ഉള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അതിനിടയിൽ ഞാൻ പോയിട്ട് ഞാനായിട്ട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാനായിട്ട് തന്നെ 1-2 പടങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വന്നു പോയിട്ടുണ്ട്. ശരിക്കും ഒരു പ്രോപ്പർ റോൾ എന്ന് പറയുന്നത് ചെയ്യുന്നത് കൊള്ളാന്ന് പറഞ്ഞ പടത്തിൽ ഒരു SP ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതെന്ന് പറയുന്നത് നമുക്ക് സെറ്റിൽ എനിക്ക് ആ ഡയറക്ടറും പ്രൊഡ്യൂസറെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരു ചെറിയൊരു പരിചയം എന്നല്ലാതെ എനിക്ക് പിന്നെ വേറെ ചുറ്റുവട്ടത്തുള്ള ആരും എനിക്കറിയില്ല. അപ്പോൾ അത് പിന്നെ വിനയനെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പോൾ വിനയൊക്കെ കൂടിയിട്ട് എന്നെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഞാൻ ആ റോള് ചെയ്യുന്നത്. ഈ സെറ്റിലേക്ക് പോയപ്പോഴും എവിടെ നോക്കിയാലും പരിചയമുള്ള ഇത് പറയുന്ന പോലെ തന്നെ എല്ലാ നാറികളും ഉണ്ട് സെറ്റിൽ. അപ്പം പിന്നെ എൻ്റെ മെയിൻ പ്രശ്നം ഡയലോഗ് പഠിക്കുക എന്നുള്ളതായിരുന്നു. കാരണം എനിക്കത് പെട്ടെന്ന് അങ്ങനെ പഠിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോയ. അപ്പോഴാണ് മ്യൂസിക് ഡയറക്ടർ എന്തിനാ വരി പഠിക്കണേ? അത് ഞാൻ എൻ്റെ വരികൾ തെറ്റിച്ചു പാടുന്ന ആളാ. ഷാനിക്കയുടെ പാട്ടിൽ ഇടയ്ക്കിടെ ഹമ്മിങ് വരാറില്ലേ? അതെന്തുകൊണ്ടാ വരികൾ മറന്നു? ഇടയ്ക്ക് ഹിന്ദിയിൽ എന്തൊക്കെയോ പാടുന്ന കേട്ടിട്ടില്ലേ, മലയാളം വരി മറന്നു വിട്ടാ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവനോട് പറഞ്ഞ അളിയ, ഞാൻ നേരത്തെ പഠിച്ചിട്ട് വരാം, നീ എനിക്കൊന്ന് അയച്ചു തന്നു പറഞ്ഞു. അവന് ഏകദേശം എനിക്കൊന്ന് ഷൂട്ടിൻ്റെ 1-1.5 ആഴ്ച മുമ്പ് ഈ സാധനം എനിക്ക് അയച്ചു തന്നു. നല്ല രസികൻ ഡയലോഗുകളാണ്. അപ്പോൾ ഇത് ഞാൻ ഇരുന്ന് പഠിച്ചു. ഞാൻ എൻ്റെ സകലമായ പരിപാടികൾ മാറ്റി വെച്ചു, ഇത് തന്നെ പഠിച്ചു. ലൊക്കേഷനിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് ഫുൾ ഇത് തന്നെ. അങ്ങനെ ലൊക്കേഷനിലെത്തി ഞാൻ ഇവനെ ഫസ്റ്റ് കാണുന്നു. ഞാൻ പറഞ്ഞു, അളിയ ഡയലോഗ്സ് അല്ല ഞാൻ മനപ്പാടാക്കി വെച്ചിട്ടുണ്ട്, ഇനി ചെയ്യാനുള്ളതും കൂടെ ഓക്കെ ആയാൽ രക്ഷപ്പെട്ട് എന്നാണ്. അവൻ പറഞ്ഞു, അളി ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നിട്ടിപ്പം വേറെ അടുത്ത സെറ്റ് ഡയലോഗ്സ് കിട്ടി. ആ ഡയലോഗാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത്. ഒന്ന് പറഞ്ഞു, അത് മാത്രമേ, അത്രയും മാത്രമേ. കിട്ടിയില്ല, അത്രയും മാത്രം. ഞാനൊരു അനാഥനാണ്. ഒരമ്മയുടെ വാത്സല്യവും ഒരച്ഛൻ്റെ സ്നേഹവും എനിക്ക് കിട്ടിയിട്ടില്ല. ഇല്ല, അടുത്തതിൽ ക്യാരക്ടർ റിവീൽ ആവാം. അപ്പോൾ അത് അപ്പം കിട്ടിയ ഡയലോഗാണ്. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഡയലോഗ്. പിന്നെ എൻ്റെ ചുറ്റുള്ള ആളുകളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ആ സെറ്റിൽ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. എൻ്റെ ബാൻഡിൽ വായിക്കുന്ന ശ്രാവൺ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പരിചയക്കാരായിരുന്നു ചുറ്റുമുണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഈ കുറേ പരിചയമില്ലാത്ത ആളുകളുടെ മുമ്പിലായിരുന്നു ഞാൻ അഭിനയിക്കുന്നെങ്കിൽ അത് ഞാൻ മിക്കവാറും അത് ശരിക്കും കൊളാപ്സായി. ഇത് ചുറ്റും നോക്കുമ്പോൾ ഞാൻ ഇവനെയാണ് നോക്കണേ. കാരണം എല്ലാവരുടെയും ടൈമും എഫേർട്ടും മണിയും ഒക്കെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ദിവസം ഒരു സെറ്റിൽ ലൊക്കേഷനിൽ എത്ര പൈസ ചിലവാകുന്നുണ്ട്. ഞാനായിട്ട് നഷ്ടമൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പം ഷാൻ അഭിനയിക്കുന്ന സമയത്ത് ഷാൻ നെർവസ് ആവണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കുറേ പേരെ
നമ്മൾ പുറത്ത് മാറ്റി. മാറ്റിയിട്ട് വളരെ കുറച്ച് ആൾക്കാരാണ് ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുറത്തെ ഡോറിൻ്റെ അപ്പുറത്ത് കറക്റ്റ് വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. അത് കൂടെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക ഷാൻ എന്താ ചെയ്യുന്നത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആളുകൾ. അതെ. അല്ല ഇപ്പൊ ക്യാരക്ടറിൽ നിന്ന് പുറത്ത് വന്നത് ഇപ്പോഴും ആ ക്യാരക്ടറിൽ തന്നെയാണ് ഷാനിക്ക നിൽക്കുന്നത്. എപ്പോഴും ആ character. ക്യാരക്ടർ എന്നൊക്കെ പുറത്തു വന്ന് പുറത്ത് വന്ന് അത് ഞാൻ ആ ഡ്രസ്സ് അവിടെ ഊരി വെച്ചോണ്ട് അത് പോയി, ആ ക്യാരക്ടർ ചത്തു. ആ ക്യാരക്ടർ ചാവൂല. ഞാൻ ഇവിടെ കഥ മുഴുവൻ വിളിച്ചു പറയണം. അല്ല അതുകൊണ്ട് മാത്രം ഞാൻ ഉണ്ടായിരുന്നു. കഥ പറയില്ല.